ഘട്ടം ഘട്ടമായി SIT ഇപ്പോൾ ഈ ആസൂത്രകരിലേക്ക് എത്തുകയാണ്. ആദ്യത്തെ അറസ്റ്റ് നമ്മുടെ മുൻപിലുണ്ട്. അതിനുശേഷം പടിപടിയായി ഈ മുകൾത്തട്ടിലുണ്ടായിരുന്ന ആളുകൾ ഓരോരുത്തരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ SIT. വിജയകുമാർ, ഉന്മേഷ്, നമ്മൾ നേരത്തെ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന വാസുവിന്റെ അറസ്റ്റിന്റെ സമയത്ത് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് സാധാരണ അറസ്റ്റ് പോലെയല്ല വാസുവിനെ SIT അറസ്റ്റ് ചെയ്തത്. രാഷ്ട്രീയ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റാണ്. പക്ഷേ അതിനേക്കാൾ 10 മടങ്ങ് ഗ്രാവിറ്റി ഉള്ളതാണ് SITയുടെ ഈ നീക്കം. അത് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതം ഇടതുമുന്നണിയിൽ, പ്രത്യേകിച്ച് CPM-ൽ ഉണ്ടാക്കാൻ പോകുന്നതാണ്. CPM-ന്റെ പാർട്ടി സംഘടനാ സംവിധാനത്തിലെ വളരെ പ്രധാനപ്പെട്ട, പത്തനംതിട്ടയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. മുൻ MLA ആണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അങ്ങനെ പാർട്ടി സംവിധാനത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് പത്മകുമാർ. ഒരു ശബരിമലയിലെ അല്ലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്കുള്ള മാനങ്ങളുള്ള ഒരു നേതാവാണ് പത്മകുമാർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാകുന്നത്. കേരളം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് കേവലം 20 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ അതിലെ ആസൂത്രണത്തിന്റെ മുൻനിരയിലുള്ള ഒരാൾ എന്ന നിലയിൽ തന്നെ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. വളരെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഏതാണ്ട് 3-3.5 മണിക്കൂർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉന്മേഷ്, ഈ ദിവസങ്ങളിൽ പത്മകുമാറിന്റെ അറസ്റ്റിന് എന്തുകൊണ്ട് വൈകുന്നു എന്നൊക്കെ പ്രതിപക്ഷം ചോദിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ടയാൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്, ഭരണ മുന്നണിയുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നേതാവ്, അതിന്റെ ജില്ലാ കമ്മിറ്റി അംഗം, മുൻ MLA, ആ നിലയിലൊക്കെയുള്ള ഒരാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തെളിവുകൾ പരമാവധി ശേഖരിച്ച് പഴുതുകൾ അടയ്ക്കുക എന്നതായിരുന്നു SIT ചെയ്തത്. അതിൻ്റെ ഭാഗമായ നീക്കങ്ങളാണ് ഈ ദിവസങ്ങളിലാകെ നമ്മൾ കണ്ടത്. അതിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു, അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരിക്കെ അവിടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഈ പത്മകുമാർ. അവർ രണ്ടുപേരും ആ നിലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അതിലാദ്യം വാസുവിനെ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതാ ഇപ്പോൾ പത്മകുമാറിലേക്ക് വരുന്നു. ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് 2018-19 കാലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ പ്രതിപട്ടികയിലാണ്. അത് സാങ്കേതികമായി മാത്രമല്ല, അതല്ലാതെയും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഹൈക്കോടതി തുടർച്ചയായി ആ ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്നവർ, ആ ബോർഡിലെ അംഗങ്ങൾ, ആ ബോർഡ് നടത്തിയ വീഴ്ചകൾ അതിങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. SITക്ക് മുൻപാകെ കോടതി ഇതാ ഓരോരോ തെളിവുകളുടെ ഓരോരോ ഇൻസിഡന്റ് എന്ന നിലയിൽ തന്നെ 1, 2, 3 അങ്ങനെ എടുത്തു കൊടുക്കുന്നതാണ്. നമ്മൾ ഈ കഴിഞ്ഞ 2 സിറ്റിങ്ങുകളിൽ, അതായത് ഈ 2 ഇടക്കാല റിപ്പോർട്ടുകൾ കോടതിക്ക് മുൻപാകെ വന്ന സമയത്ത് കോടതി അങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് ആ 2 ബോർഡുകളുടെയും, ഈ 2024 തുടങ്ങിയ ബോർഡിൻ്റെയും 2018-19 കാലത്തെ ബോർഡിൻ്റെയും തെറ്റുകുറ്റങ്ങൾ, ചട്ടലംഘനങ്ങൾ, നിയമവിരുദ്ധമായ നടപടികൾ, ശബരിമലയിൽ ഇത്തരത്തിലുള്ള അവതാരങ്ങളെ സഹായിക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങൾ, അത് എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു കോടതിയുടെ ആ ഉത്തരവുകളൊക്കെ പുറത്തു വന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ പത്മകുമാറിനെ ഒഴിവാക്കി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാനേ കഴിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും അന്വേഷണ സംഘത്തിന് ചെയ്യണമെങ്കിൽ അത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് മാത്രമേ പോകാൻ കഴിയൂ. അതിൽ മറ്റൊന്ന് ദേവസ്വം സെക്രട്ടറിയാണ്. അവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അവരെ അറസ്റ്റ് ഹൈക്കോടതി സാങ്കേതികമായി തടഞ്ഞിരിക്കുകയാണ്. അതല്ലാതെ മറ്റെന്ത് നീക്കം നടത്തണമെങ്കിലും അത് പത്മകുമാറിനെ തൊടാതെ, സ്പർശിക്കാതെ മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിയുമായിരുന്നില്ല. ആ ബ്ലോക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീക്കിയിരിക്കുന്നത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ അന്വേഷണ സംഘം ആത്യന്തികമായി മറുപടി പറയേണ്ടത് കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന് മുൻപാകെയാണ്. ദേവസ്വം ബെഞ്ചിനോടാണ് അവരുടെ ഉത്തരങ്ങൾ നൽകേണ്ടത്, റിപ്പോർട്ടുകൾ നൽകേണ്ടത്. അതുകൊണ്ട് ആ ദേവസ്വം ബെഞ്ചിന് മുൻപാകെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുന്നോട്ട് പോകാനും കഴിയില്ല. തന്നെയുമല്ല, ഇതുവരെ നടത്തിയ അന്വേഷണം തൃപ്തികരമാണെന്ന് ദേവസ്വം ബെഞ്ച് ഈ SITക്ക് നൽകിയ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ട്രാക്കിലൂടെ ഓടുന്ന ഒരു സംവിധാനമാണ് SIT. അതുകൊണ്ട് ആ SIT ട്രാക്കിലൂടെ ഓടുമ്പോൾ അതിൻ്റെ അടുത്ത ലക്ഷ്യം ഉറപ്പായും പത്മകുമാർ തന്നെയായിരുന്നു. വാസുവും പത്മകുമാർ തന്നെയുമായിരുന്നു, അതിൽ തർക്കമില്ല. വാസു ഈ ഗണത്തിൽ നോക്കിയാൽ താരതമ്യേന ഒരു ചെറിയ മീനാണ് എന്ന് നമുക്ക് പറയാം. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരുന്നു. ആ ദേവസ്വം കമ്മീഷണറായിരിക്കെയാണ് അദ്ദേഹം നേരിട്ട ഈ പറയുന്ന ആരോപണങ്ങൾ, ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന് മുകളിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ, ആ ദേവസ്വം ബോർഡും ഉള്ളത്. അതുകൊണ്ട് പത്മകുമാറിനെ സ്പർശിക്കാതെ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്താണോ
നടന്നത് എന്നത് സംബന്ധിച്ച് അതിൻ്റെ ഒരു അതിനിർണായക ടേണിംഗ് പോയിന്റിലാണ് ഇപ്പോൾ ആ കേസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഇനി അന്വേഷണ സംഘം എങ്ങോട്ടാണ് തിരിയാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഭാഗമായി നിൽക്കുന്നയാളാണ് വാസു ആണെങ്കിലും ഈ പത്മകുമാർ ആണെങ്കിലും. പത്മകുമാർ കുറെ കൂടി അതുമായി വളരെ വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, ഒരു ലീഡർഷിപ്പിന്റെ ഭാഗമാണ് അദ്ദേഹം. അതുകൊണ്ട് ആ നേതൃനിരയിലുള്ള ഒരാളിനെയാണ് SIT സ്വർണ്ണക്കൊള്ള കേസിലെ ഗൂഢാലോചന ഉൾപ്പെടെ അതിലെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയ ശേഷമുള്ള ഒരു അറസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ അറസ്റ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഈ വളവ് തിരിവിൽ നിന്ന് ഈ SIT ഈ അന്വേഷണ സംഘം എങ്ങോട്ടാണ് പോകുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. അത് പല കേന്ദ്രങ്ങളിലും വലിയ നെഞ്ചിരിപ്പുണ്ടാക്കുന്ന ചോദ്യം തന്നെയാണ്. ഇതുവരെ SITയുടെ നീക്കങ്ങൾ പൊടുന്നനവയുള്ള നീക്കങ്ങളാണ്, പതിയിരുന്നുള്ള നീക്കങ്ങളാണ്. അത് ഈ പത്മകുമാറിന്റെ അറസ്റ്റിലും അത് SIT പൂർണ്ണമായും പാലിച്ചിട്ടുണ്ട്. ഇനി SIT എങ്ങോട്ട് നീങ്ങാൻ പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചോദ്യം ഒരുപക്ഷെ പല കേന്ദ്രങ്ങളിലും വലിയ നെഞ്ചിടിപ്പ് ഉണ്ടാക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. ഉന്മേഷ്, എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.